എന്തടാ പഠിക്കല്ലേ കുഞ്ഞു? പോയി പഠിക്ക്, പോയി പഠിക്ക്, പോയി പഠിക്ക്. എന്താ ഇടയ്ക്കൊരു എത്തിനോട്ടം കുഞ്ഞ? എന്തടാ ഇത് ചുടുക്കിരിക്കണ്? എന്താ പുതപ്പിന്റെ പൗഡറൊക്കെ ഇട്ടിട്ടേ നല്ല മണം. അപ്പം ഇന്ന് രാവിലെ മുതൽ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ കുറച്ച് കൂട്ടാൻ കമ്മിയുണ്ട് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ മുളക് വറുത്ത പൊടി പുളിഞ്ചാറ് ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചാൽ അതിനൊരു മുളക് ചുട്ട ചമ്മന്തിയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. മക്കൾക്കും ഇഷ്ടമാണ്, വലിയവർക്കും ഇഷ്ടമാണ്. അപ്പം മീൻ വറുത്തത് കുറച്ചുണ്ട്. അപ്പം മുളക് ചുട്ട ചമ്മന്തി മതി, പുളിഞ്ചാറും മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കല്ലടിക്കോട് പോകാൻ. മക്കളൊക്കെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 മണി ചായക്ക് ഇന്ന് റവ ഉപ്മാവാണ് കേട്ടോ. റവ ഉപ്മാവും ചായയും കുടിച്ചിട്ട് പുളിച്ചത് ടീയിട്ട് വയ്യ. എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം തുടങ്ങി ലേട്ടാ. നമ്മുടെ ഏട്ട കുറച്ച് കഴിച്ചുള്ളൂ, എനിക്ക് കുഴപ്പമില്ല. ഞാനും കുറച്ച് കഴിച്ചുള്ളൂ. ഞാൻ അവിടെ തീയിടുമ്പോഴായിരുന്നു, അപ്പോൾ കുറച്ചെന്നെ കഴിക്കുകയൊക്കെ ചെയ്തുള്ളൂ. ഇനി എന്താ അവിടെ മരമൊക്കെ വെട്ടിയില്ലേ, അപ്പോൾ അവിടത്തേക്ക് ചപ്പോ ഒക്കെ കത്തിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടു കേട്ടോ. ആ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കാണുമ്പോൾ നല്ല വൃത്തിയായി. പുതിയ വീടൊക്കെ മക്കൾ തന്നെ വന്നിരുന്നു. അയ്യോ വാതിലടച്ചിട്ടില്ലല്ലോ. പുതിയ വീടിൻ്റെ വാതിലടയ്ക്കാണ്ട്. പിന്നെ മക്കൾ സ്കൂൾ വിട്ട് വന്നാലേ ഞാനും വെള്ളം നനയ്ക്കും കേട്ടോ. എന്നാലും എൻ്റെ കിച്ചൂട്ടനെ അച്ചുട്ടിക്ക് എന്താ പണിയെന്നറിയോ? മതിൽ മൊത്തം വെള്ളം നനച്ച് വൃത്തിയാക്കി ഇടുക കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷമാകും. ഒരു ചെമ്പിൽ ചുക്കുവെള്ളമാണേ, ഒരു ചെമ്പിൽ ചോറും. അപ്പോൾ ഈ പൊന്നു നമ്മുടെ അവിടെ കിണർ കെട്ടിയിട്ടില്ല പറഞ്ഞില്ലേ. അപ്പം ഞങ്ങളവിടെ പണിയെടുക്കുമ്പോൾ പൊന്നുവിനെ നോക്കാൻ ഒരാൾ വേണം. പൊന്നു കിണറിൻ്റെ 4 ഭാഗം കിടന്നിട്ട് ഭയങ്കര ഓട്ടമാണ് കേട്ടോ. പണിക്ക് വന്ന 4 ഭാഗമല്ല, വീടിൻ്റെ 4 ഭാഗം. കിണർ അതന്നെ, വീടിൻ്റെ 4 ഭാഗം പോകുമ്പോൾ ഇത് കൂടെ വരും, പിന്നെ നേരെ കിണറിൻ്റെ അധീനെ പോവും. അപ്പം നമുക്കൊരു പേടിയല്ലേ. പണിക്ക് വന്ന പ്രിയ അറിയണേ കുട്ടീനെ നോക്കിക്കോളുകൊണ്ടു. നിങ്ങൾക്കാണ് ശരിക്കും കുട്ടികളെ നോക്കേണ്ടതെന്ന്. കാരണം ഇവിടെ റോഡ്, പിന്നെ അവിടെ കിണർ കെട്ടിയിട്ടില്ല. അതൊക്കെ നല്ല പ്രശ്നം തന്നെയല്ലേ. ഇപ്പം നോക്കിക്കോളുകൊണ്ട് ഒരാൾ വേണം അവനെ നോക്കിയിരിക്കാനേന്ന്. അതിന് നോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൺമുന്നിന്ന് പോണത് എപ്പോഴാന്ന് അറിയണില്ല. ഇന്നിപ്പോൾ വീണിട്ട് കാലൊന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞേക്കണു. മൂപ്പരാൾ അറിഞ്ഞിട്ടേ ഇല്ല കാല് മുറിഞ്ഞത്. നമ്മൾ നോക്കുമ്പോഴാണ് ചെറിയൊരു ചോര വന്നിട്ട് നോക്കുമ്പോഴാണ് അവൻ്റെ കാല് മുറിഞ്ഞേക്കണത്. മുന്നോട്ടേക്ക് വെളിച്ചത്തിൽ തന്നെ കാണുന്നില്ല. മതിയോ? പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഏകാദശി വിളക്കാണ് കേട്ടോ. ഏകാദശി വിളക്കാവാറായി. നമ്മുടെ ഇവിടെ ഒരു ഉത്സവം പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ മണക്കുളങ്കര അമ്പലത്തിൽ ഏകാദശി വിളക്കിന്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആ സമയത്ത് ഏട്ടനൊക്കെ മാലട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഏകാദശി വിളക്ക് സമയത്തൊക്കെ. ഇപ്രാവശ്യം പിന്നെ മാലയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നല്ല രസമായിരിക്കും മാല ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ രാവിലെ മുതൽ ഇവർ അമ്പലത്തിൽ തന്നെ ആയിരിക്കും. എടുത്തോ നമ്മുടെ കുട്ടി എടുത്തേരേ എടുത്തായി പാൽപ്പൊടി എടുക്കട്ടെ അതിനെ വിളിച്ചു ചോദിക്കുകയാണ് അമ്മ പാൽപ്പൊടി എന്താണോ വിചാരിച്ചു. ഞാൻ എന്താണോ വിചാരിച്ചു സ്വകാര്യമായിട്ട് അതന്നെ പറയുന്നത്. ചോറായോ നോക്കട്ടെ. രാവിലെ കണ്ട നമ്മുടെ ഇവിടെ ചാണകമൊക്കെ തേച്ചിട്ട് കണ്ടില്ലേ. അപ്പം ഇനി ചെരുപ്പിടൊന്നും വേണ്ട കേട്ടോ. ചെരുപ്പിടാണ്ട് ചോറ് വന്നു. അപ്പോൾ ചെരുപ്പിടാണ്ട് ഇതാവാ. സമയം 6:30 6:45 ആയിട്ടേ ഉള്ളൂ കേട്ടോ. എത്ര സമയം കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. നല്ല ഇരുട്ടുമായി. ശരിയാ. പാൽപ്പൊടി കഴിച്ചേ. ചെക്കിംഗ് ആണ് കേട്ടോ, ചെക്കിംഗ് ആണ്. ഇടയ്ക്ക് ഒരു ചെക്കിംഗ് ഉണ്ടാവും. ഇതെന്താ ഇവിടെ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുക? അതെ. ട്രൗസർ ഇടാ. എന്താ ഒളിഞ്ഞു വേഗം നോക്ക്. പഠിച്ചോ. ഇടയ്ക്ക് ഞാനിങ്ങനെ വന്ന് നോക്കും കേട്ടോ. കള്ളത്തരം കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കും. ഒപ്പിക്കലൊന്നും പറ്റില്ല. ആദ്യം ഞാൻ പറയും, പിന്നെ ഞാൻ വടിയെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്നാ ശരി. എന്താ അവിടെ മല്ലിക്കെട്ട്? ട്രൗസർ ഇടാനേ കുഞ്ഞു മുറി ഇതാണ്ടോ വീട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ മുറി. അല്ലേ വിടമ്മ വിട്. അതാ ഓടുന്നു.
അവന്റെ അമ്മ മേലെ കഴുകാൻ പോയിട്ടുണ്ട്. നേരമില്ല, സമയമില്ല, അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ആ മേലെ രാവിലെടാ കുഞ്ഞാ, രാവിലെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അതിന് ശേഷം സ്കൂളിൽ പോയിട്ടല്ല, സ്കൂളിൽ പോയതിന് ശേഷം. അത് മാത്രല്ല കേട്ടോ, ഇപ്പൊ എന്താ പണിയെന്നറിയോ, തേങ്ങ പുതിയ വീട്ടിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, കൊട്ടത്തേങ്ങയുടെ, അത് ഇവിടെ കൊണ്ടുവന്നിട്ടു. ഈ തേങ്ങ എടുക്കുക റോട്ടിക്കിടുക, തേങ്ങ എടുക്കുക റോട്ടിക്ക്. എന്നിട്ട് അങ്കലവാടിക്ക് പോകുമ്പോൾ ഒരു താത്ത പോകുമ്പോൾ പ്രസി അതാ അവിടെ തേങ്ങ എടുക്കണം. എന്താ നോക്കുമ്പോൾ 3-4 ഉണ്ട് കിടക്കണേ, തേങ്ങ എടുത്തിട്ട് റോട്ടിക്കിട്ടിട്ടേ. റോട്ടിൻ്റെ ഈ ഭാഗം നമ്മൾ അടിച്ചതാക്കിയില്ലേ, അപ്പുറത്തെ സൈഡിൽ കുറച്ച് ചെടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വെട്ടണം എന്ന് വിചാരിച്ചതാണ്. അല്ലെങ്കിൽ ആ ചെടി ഉള്ളത് കൊണ്ട് ആരും കണ്ടിട്ടില്ല. ഇല്ല പറഞ്ഞ ചില കണ്ടിട്ടുണ്ടാവും. അവനൊന്ന് പിടിക്കട്ടെ ഏട്ടാ. എന്ത് കട്ടൻ കാപ്പി ഈ നേരത്തോ? അവന് കട്ടൻ കാപ്പി കുടിക്കല് മോനെ. അവന് ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ലേ കാപ്പി വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അത് കുടിക്കും. എന്താ പറയാ, ഇപ്പൊ നീ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ചോറിനില്ല. എന്റെ കയ്യിൽ നിന്ന് എന്തോ കുത്തി കയറിയിട്ട് അവിടെ പൊളിഞ്ഞക്കണോ കാണണ്ടോ? കാണില്ല. കണ്ടോ പിന്നെ നമ്മുടെ കൈ കണ്ടോ? ഇന്ന് തുണി തിരുമ്പുമ്പോ ഉണ്ട് കൈ ഇങ്ങനെ നീറുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പോഴാ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും കുത്തി കയറി തോന്നുന്നു. ഇപ്പോൾ വീട് കാണാൻ നല്ല വൃത്തിയായിട്ടോ. ഏറ്റവും 4 ഭാഗമൊക്കെ അടിച്ച് വൃത്തിയാക്കി തീയിട്ടപ്പോൾ എന്താ ഒന്നും കൂടി എങ്ങനെ പറയാ, ചപ്പും മരം വെട്ടിന്റെ ഫുള്ള് ഇലയെല്ലാം ഉണങ്ങി കിടന്നതിന്റെയാണ് മൊത്തത്തിൽ ചപ്പുകൾ. ഓ കിച്ചോട്ടിന്റെ ചന്തിക്ക് കിട്ടും പറ, അമ്മ തല്ലും പറഞ്ഞു പറ. ആരൊക്കെയാണ് ഇവിടെ അനക്ക് ഫോണ് കിട്ടാത്തതിന്റെ ദേഷ്യല്ലേ ഈ ഇടവാ. എല്ലാവർക്കും അങ്ങനെയുള്ളൂ. എന്താണെന്നറിയോ, അവരവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വേറുള്ളവർക്കും കിട്ടാൻ പാടില്ല എന്നുള്ളൊരു ഇതില്ലേ, അവർക്ക് പറയില്ലല്ലോ ലേട്ടാ. അവനെത്ര നേരം ഇവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ പറഞ്ഞോ? ശരി. അവര് 3-4 ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് ഓഫായിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്നും ഞാൻ ആരും നോക്കരുത് പരിപാടികളുണ്ട്. ചോറ് നല്ല തിളച്ചു കേട്ടോ. അപ്പം ഞാനതൊന്ന് ഊറ്റട്ടെ, ഊറ്റാൻ കൈക്കരത്തൊന്ന് ഇട്ടിട്ടെ. കുട്ടികൾക്ക് ചൂടുള്ളത് നല്ല ഇഷ്ടാട്ടോ. നമ്മുടെ അമ്മൂട്ടിക്കൊക്കെ നമ്മുടെ രാവിലെ വെച്ചിട്ട് ചോറ് ചിലപ്പോൾ ഉണ്ടെങ്കിലേ അത് തിളപ്പിച്ചു കൂട്ടിൽ കൊണ്ടിട് ഉണ്ണി, ഈ കൂട്ടിൽ കൊണ്ടിട്. ആ അവിടെ തന്നെ വെക്കും. കോഴികൾ എന്താ ഉള്ളിൽ കിടക്കണത് ഈ വീടനയുടെ ചോട്ടിലേ മുട്ടയിടാൻ കയറിട്ടോ. അപ്പോൾ എന്താ അത് എങ്ങനെ പറയാ, ചീറിയിക്കുകയാണെന്ന് പറയും നമ്മുടെ ഇവിടെ. മുട്ട വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അണയെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി പറ്റില്ല, നാളെ വെച്ച് കൊടുക്കുക. ഏട്ടൻ വെച്ചാലേ എല്ലാ കോഴി, ഞാൻ വെച്ചാലുണ്ടായാലും കുറച്ച് കഴിഞ്ഞാൽ പൂട്ടും. പക്ഷേ ഏട്ടൻ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ 10 മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 മുട്ടയും വിരിക്കും. വിരിച്ചിട്ട് അത് കുട്ടികളും ആവും. ഏട്ടൻ പിന്നെ കുട്ടികളെ നോക്കണ പോലെ അവരെ നോക്കുകയും ചെയ്യട്ടോ. കുട്ടികളെന്ന് പറഞ്ഞാൽ അത് നോട്ടം കൊണ്ടാ കുട്ടികളെ അവിടെ വിട്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവും. അത് ശരിയാണ്. പക്ഷെ ഇപ്പൊ വിരിച്ചവരൊക്കെ അത്യാവശ്യം നല്ല കുട്ടികളാ അല്ലേ കാണാന്. അത് നോട്ടം അങ്ങനെയാണ്. മുട്ടേ അവിടുന്ന് ആകാശം കാണിക്കണ്ട, മൂടി പിടിക്ക് കൈ കൊണ്ട് 2 എന്നിട്ട് അവിടെ കൊണ്ടുവയ്ക്ക്. ഇതിന്റെ ഉള്ളില് രാവിലെ വെക്ക, അവിടെ കൊണ്ടുവയ്ക്ക് കോഴിമുട്ടേ. എന്തോത്തേ എന്താ വേണ്ടേ? ഓ അമ്മ, അവൻ്റെ അമ്മ വന്നില്ലല്ലോ, അപ്പം പരാതി പറയണവര് തെറ്റി. ഓ എന്തമ്മ? ആ എന്താ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ കേട്ടോ, കടുക് ഇട്ട് കൊടുത്തു. പുളി നമ്മൾ വെള്ളത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വിട്ടതാണ്. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടോ. ഇതിൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. മുളക് വറുത്ത പുളി അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും കൂടി ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് പേര് പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനിന്നാ അത് കാണിക്കാലോ വിചാരിച്ചു. എന്താ പുളി കിട്ടോ, വേഗം കാണിച്ചാൽ മതി. ഉള്ളി ഇതാ ഉണക്കമുളകാണ് കേട്ടോ. ഈ ഉണക്കമുളക് ഇങ്ങനെ വേണമെങ്കിൽ പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഞാനില്ലേ തീയൊന്ന് കമ്മിയാക്കട്ടെ. തീ കമ്മിയാക്കിട്ടേ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ കരിഞ്ഞു കൂടും. കണ്ടോ എന്തമ്മ ഇവിടെ വായ ഒരു സംശയമുണ്ട് ആൾക്കാർക്ക്. നീ എന്താ
ഇന്നെ തല്ലാൻ വേണ്ടിയിട്ട് വന്ന് വേണ്ടിയിട്ടാണ്. സുകന്യേ ഇവിടെ വാ. മൈക്ക് എവിടെ? സൗണ്ട് ഉണ്ടാവില്ലല്ലോ. സൗണ്ട് എൻ്റെ അടുത്ത് നിന്നാൽ മതി, അപ്പം ഉണ്ടാവും. സൗണ്ട് എൻ്റെ അടുത്ത് അടുത്തേക്ക് നിന്നാൽ മതി, അപ്പം ഉണ്ടാവും. ഈ എന്താ വീഡിയോയില് ഒഴിഞ്ഞു മാറി പോണെന്ന്? ഇന്നിപ്പോ 2 റീല് വന്നു നിന്നല്ലോ. പിന്നെ ഇന്ന് ഒരു വീഡിയോയിലില്ലേ നമ്മുടെ അടുത്ത വീഡിയോയിലോ ഇന്ന് ഉച്ചത്തെ വീഡിയോയിലേ നമ്മുടെ വീഡിയോയിൽ സുകന്യെ പറയണേ നമ്മുടെ വീടിന്റെ അടുത്ത് അത്ര അവരുടെ വീട്. നമ്മുടെ വീടിന്റെ അടുത്ത് അത്ര അവരുടെ വീട്. ഈ വീഡിയോയിൽ കാണുന്നതൊന്നല്ല സത്യത്രേ. ഞാൻ നിന്നെ ഒരു പണി എടുക്കാതിരിക്കണില്ല അത്ര സുകന്യ. അതാണോ? അതവിടക്കട്ടെ. അത് സംഭവം എന്താ പറയുക, ഞാനൊരു കാര്യം പറഞ്ഞത്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞ് അവർ നെഗറ്റീവ് കമൻറ്റ് പോസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യം. ഞാൻ പറഞ്ഞുതരാം, ഒരു കാര്യം ആദ്യം പറഞ്ഞുതരാം. സുകന്യ വീഡിയോയ്ക്ക് വരിക പറഞ്ഞു. നമ്മൾ സുകന്യ വീഡിയോയിൽ നിർത്താമെന്നോ അല്ലെങ്കിൽ അമ്മ വീഡിയോയിൽ നിർത്താമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ചാനൽ തുടങ്ങിയത്. നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. നമ്മുടെ തുടക്കമുള്ള ചാനലുകളൊന്നും ഈ പറഞ്ഞ സുകന്യ ഉണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നില്ല. ഈ ഒറ്റയ്ക്കല്ലേ കുക്കിംഗ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗിലേക്ക് നമ്മളിങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും ഉൾപ്പെടുത്തണല്ലോ. അപ്പോൾ പിന്നെ ആരെയും മാറ്റി നിർത്തേണ്ട കാര്യം മാറ്റി നിർത്തേണ്ട കാര്യമില്ല, മാറ്റി നിന്നിട്ടുമില്ല ആരും. അപ്പോൾ സുകന്യ നിനക്ക് ഞാൻ ചാൻസ് തരാണ്ട, ഞാൻ തന്നെ എല്ലാം പണി ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ അല്ല. സുകന്യനെ ഇപ്പം നിർബന്ധിച്ച് നിർത്തിയത് തന്നെ. സുകന്യ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോയിൽ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വൈകുന്നേരം എടുക്കുന്ന വീഡിയോയിൽ ആ സമയത്ത് കുഞ്ഞുമക്കളെ പഠിപ്പിക്കുക, കുഞ്ഞുണ്ണീനെ പഠിപ്പിച്ചിട്ട് ആ പഠിപ്പിക്കുന്ന ഭാഗം വീഡിയോ എടുത്ത് അവർ ഗ്രൂപ്പിലിട്ട് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ സുകന്യ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ പിന്നെ സുകന്യ കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ എടുക്കുന്ന വീഡിയോസ് എപ്പോഴാണ് നമുക്കൊരു സമയം കിട്ടുന്ന ആ സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സുകന്യക്ക് വേണ്ടി കാത്തു നിൽക്കാനോ അല്ലെങ്കിൽ അമ്മ വരട്ടേന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കാനൊക്കെ പറ്റുമോ? അമ്മ വരട്ടേന്ന് കാത്തിട്ട് ചിലപ്പോൾ 3-4 മാസം അങ്ങനെ ഇരിക്കണമെന്ന് കഴിഞ്ഞാൽ പറ്റുമോ? അത് പിന്നെ അങ്ങനെ പറ്റില്ല. എനിക്കൊരു കാര്യം ഒരാളെ ബോധിപ്പിക്കണം എന്നുണ്ട്. എന്തെന്നറിയോ, ഞാൻ എല്ലാ പണികളും ചെയ്യും. ഇപ്പോൾ രാവിലെ സുകന്യ മിറ്റടിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ അപ്പോൾ ചിലപ്പോൾ ചോറിന് വെള്ളം അടുപ്പത്ത് വയ്ക്കാൻ വരുമ്പോഴേക്കും പൊന്നൂസ് നീക്കും. ഇല്ലേ സുകന്യെ? പൊന്നൂസ് നീച്ച് അവന് പാൽ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്യും, ചോറിന് അരി അടുപ്പത്തിടും, മിറ്റടിക്കും, ഉള്ളടിച്ചോറ് തുടയ്ക്കും. ആ കുട്ടീനെ വാശി പിടിപ്പിച്ചിട്ട് ഞാൻ സുകന്യ അത് ചെയ്യട്ടെ, സുകന്യ അത് ചെയ്താലേ പറ്റുള്ളൂ. അവൾക്ക് പറ്റുന്ന സമയത്ത് അവൾ ചെയ്യണ പണികൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഏത് സമയവും പറഞ്ഞില്ലേ സുകന്യ വീഡിയോയിൽ വരണം അല്ലെങ്കിൽ നീ കുട്ടീനെ കരയിപ്പിക്കും വീഡിയോയിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. നമ്മൾ ഇത്ര കാലം ഒരുമിച്ച് ജീവിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ അടുത്ത് അയലോകത്ത് നിന്ന് കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ചിന്തിക്കാനുള്ളൊരു ബോധം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ? കുറച്ചെങ്കിലും ബോധമുള്ള ഒരാളാണ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സുകന്യനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ സുകന്യ അങ്ങനെ സുകന്യ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സുകന്യ ഇപ്പോൾ 2 കുടുംബങ്ങളായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളോ സമയം ഇഷ്ടം പോലെ കഴിഞ്ഞിപ്പോൾ 1-2 കൊല്ലമല്ലല്ലോ കഴിഞ്ഞ്. സ്വർണ്ണം അവൾക്ക് ആവശ്യത്തിനുള്ളത് അവളുടെ വീട്ടുകാർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ആവശ്യത്തിനുള്ളത് എനിക്കും തന്നിട്ടുണ്ട്. ലക്ഷങ്ങളൊന്നും വേണ്ട, ഒരു 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാസം ഒരു 3,000 രൂപയ്ക്ക് വീട് കിട്ടുന്നത് ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിലാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ പണിയെടുക്കണവരുടെ കൂടെ ഞാൻ നിന്നു. വൈകുന്നേരത്തെ അവൾക്ക് എന്താ വെച്ചാൽ പൊന്നൂസിനെ നോക്കണം. അവൾ ചായ വെച്ചു, പൊന്നൂസിനെ നോക്കി. ഞാൻ എന്നിട്ട് വൈകുന്നേരത്തെ അതാ ചോറിനരി എടുപ്പത്തിട്ട് അതാ പുളി വെക്കണത്. സുകന്യ ചെയ്തിട്ടില്ലല്ലോ, ഇനി ഞാനും ചെയ്യില്ല, ഞാൻ ഇത്ര നേരം പണിയെടുക്കിയതില്ലേ, ഞാനും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയിരുന്നു കഴിഞ്ഞു വെച്ചാൽ എന്താ വൈകുന്നേരം തിന്നൊന്നും വേണ്ടേ? ഞങ്ങൾ ഒരു കുടുംബമാകുമ്പോൾ ഒത്തൊരുമിച്ച് പോകണമെങ്കിൽ അവിടെ വിട്ടുവീഴ്ചകൾ വേണം. വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിലാണ് ആ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. ഞാൻ കുറേ പണി സുകന്യക്ക് ഇട്ട് കൊടുക്കുകയാണ്. സുകന്യ നീ അതൊക്കെ ചെയ്യും, എന്നിട്ട് മതി ബാക്കിയുള്ള വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ കൂടുകയാണോ വേണ്ടത്? അതോ അവൾ എൻ്റെ മകളുടെ പോലെ എൻ്റെ അനിയത്തിയുടെ പോലെ ഞാൻ അവളെ ചേർത്ത് നിർത്തി അവളെ കൊണ്ട് നടക്കുകയാണോ ചെയ്യേണ്ടത്? ഏതാണോ ശരി? ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറമാണ് സുകന്യയുടെ വീട്. സുകന്യയുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വിടാനൊക്കെ സൗകര്യമാണ് കേട്ടോ അവിടെ. അവൾ വെള്ളിയാഴ്ച പോയി, ശനിയാഴ്ച നിന്നു, ഞായറാഴ്ച ഉച്ചരിഞ്ഞ് 4-4:30 ആയപ്പോഴേക്കും അവൾ ഇവിടെ എത്തി. അമ്മയും കൂടി ഇവിടെ ഇല്ല. അങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ നമ്മളൊക്കെ ഒരു എങ്ങനെയടി ഞാൻ കുറ്റടിക്കണ്ടെങ്കിൽ നീ എന്തടി അവിടെ നിൽക്കാൻ? അവൾ ഒരു സതിയേട്ടൻ തന്നെ ഇവിടെ ഇളയച്ചൻ പറയാറുണ്ട്,
വീട്ടിൽ പോകേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുകന്യ മിണ്ടില്ല എന്നുള്ളത് അതെന്തും കൊണ്ടാണ് നമ്മൾ അവരോട് അങ്ങനെ നിൽക്കും കൊണ്ടാണ്. അല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഞാനൊരു ദുഷ്ടത്തിയായി അല്ലെങ്കിൽ ഞാൻ വേറൊരു സാർത്ഥത ഉള്ള ഒരു ഏടത്തിയമ്മയാണ് പറഞ്ഞു വെച്ചാൽ സുകന്യ എന്നും സുകന്യയുടെ വീട്ടിലാവും. സുകന്യയുടെ വീട്ടിലിപ്പോൾ വലിയ ബംഗ്ലാവ് പോലത്തെ വീട് കയറ്റിയേക്കണോ. അതെ, നമ്മളെ തല വരുത്തി പിടിച്ചിട്ട് നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യും. നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ കാര്യങ്ങളും അത്രയേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കള്ളത്തരങ്ങളില്ലാണ്ട് നമ്മൾ നേരാവണം സത്യസന്ധമായ കാര്യങ്ങളെ പറയുകയും ചെയ്യും കാണിക്കുകയും ചെയ്യുന്നല്ലോ. അപ്പം അത് ദഹിക്കാത്തവരോ അറിയാത്തവരോ പലതും പറയണ്ടാവും. അതിനൊന്നും നമുക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്, ഞാൻ ഓരോ വീഡിയോയ്ക്കും പറയുന്നത് നെഗറ്റീവ് കമൻറ്റിനുള്ള മറുപടി ഒരു വീഡിയോയിൽ പറഞ്ഞു പോയിരുന്നില്ല. നെഗറ്റീവ് കമൻറ്റ് പറയുക, നെഗറ്റീവായാലും പോസിറ്റീവായാലും കമന്റിനുള്ള മറുപടി കമന്റ് ബോക്സിൽ വരട്ടെ. അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇനി ചെയ്യരുത് കേട്ടോ. ഇത് ലാസ്റ്റത്തെ ആയിരിക്കും. ഇനി എന്നോട് ഇത് പറയരുത്. ഇല്ല, ഞാൻ കല്ലടിക്കോട് പോകുമ്പോ കണ്ടോ ചുറ്റിപ്പറ്റി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ. ഇവിടെ മോതിരം ഇഷ്ടങ്ങളല്ല, ഓരോ ആവശ്യങ്ങള്. കിച്ചൂട്ടന് ഒന്നും വേണ്ട. സൂര്യ നിനക്ക് എന്താ വേണ്ട? എന്താ വേണ്ട എന്നാലും പറഞ്ഞോ. എന്ത്? അമ്മയ്ക്ക് കുപ്പി വേണമെന്നോ? അമ്മയ്ക്ക് കുപ്പി വേണം. കുപ്പിയോളെ വേണ്ടില്ലേ? ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് കുപ്പി വേണം. കണ്ടോ എന്റെ കൈയൊക്കെ പൊട്ടി. അമ്മയ്ക്ക് കുപ്പി വേണം. വേണടി, വളമാണെങ്കിൽ വാങ്ങിത്തരാ. ആണോ? കറുപ്പോ? എന്ത് കളറാ? വാണ. എന്റെ കുട്ടി കണ്ടോ പറയുന്നത്. എന്റെ കുട്ടീനെ ഈ ചീത്ത പറഞ്ഞോ. ഇതെന്താ വേറെ ആവശ്യം? എന്താ പൊന്നൂസിന്റെ അവന് പാൽപ്പൊടി. എവിടെ തിരി മാറിക്ക്. ഇതെന്തത്? പൊന്നുകൂടെ നോക്ക്. സോയാബീന് വറുത്തിട്ട് കൊടുക്കട്ടോ. ഞങ്ങൾ വേഗം വരും. ഇപ്പൊ ബിസ്ക്കറ്റോ? കുഞ്ഞുണ്ണിക്ക് എന്താ വേണ്ടേ? എനിക്ക് ഈ ഡ്രസ്സില്ലേ നല്ല ഇഷ്ടായിട്ടോ. നല്ല എന്താ നാളെ കല്യാണത്തിന് എടുത്തു പറഞ്ഞല്ലേ, നല്ല ഡ്രസ്സിലാട്ടാ അല്ലേ? സുകന്യക്കും അറിയാം ഇഷ്ടായിന്ന്. അപ്പൊ നമുക്ക് പോവാ. പൗഡർ ഒന്നും ഇടില്ല കേട്ടോ. ആകെ നേരത്തെ ഇട്ടൊരു പൊട്ടുണ്ട്, പിന്നെ ഒരു കുങ്കുമുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇടില്ല. എന്താ മുത്തേ? ഓ ശരിക്കും വാങ്ങണം മോതിരം. ഇല്ലാത്ത മോതിരാണ്. ആ മോതിരം വാങ്ങി കഴിഞ്ഞു അല്ലേ? ഇങ്ങോട്ട് നോക്കട്ടെ, എന്റെ പൊട്ട് എടുത്തിട്ട് നോക്ക്. ശരി എന്നാ വായ പോവാ, സമയം പോണു. അടച്ചോ? കോവയ്ക്കൊക്കെ എത്ര? ക്യാരറ്റോ? അരക്കിലോ. ഈ തൊമ്മരക്കുരുവിനോ? അരക്കിലോ വെല്ലുള്ളി. ഏട്ടാ 210. നമ്മുടെ കല്ലടിക്കോടാണ് കേട്ടോ. കല്ലടിക്കോട് നമ്മൾ വന്നു. അപ്പോൾ എണ്ണ അടിക്കാൻ ഫസ്റ്റ് പോയിട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഇഷ്ടംപോലെ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടേക്കണം കേട്ടോ. ക്രിസ്മസിനെ പ്രമാണിച്ചിട്ട് കടയിൽ കൂടെ ഒക്കെ നക്ഷത്രങ്ങളുണ്ട്. എത്രയാണെന്നറിയോ? ഇനി മക്കൾക്ക് ഇത് കാണുമ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്നറിയില്ല. കട അടയ്ക്കേണ്ട സമയമൊക്കെ ആയിട്ടോ. നമ്മൾ 8 മണി സമയം കഴിഞ്ഞു. ഞങ്ങള് പച്ചക്കറി വാങ്ങണ കട അടച്ചു പോയേക്കണു. പിന്നെ നമ്മൾ വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമ്മളൊരു സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു കട ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ചായ അവരും പോയി ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കല്ലടിക്കോട്. ഈ ഭാഗം കോഴിക്കോട്ടിലേക്കും ഈ ഭാഗം ഇങ്ങനെ പാലക്കാട്ടേക്കുമാണ് കേട്ടോ. കടയുടെ പേരുണ്ട് സ്ക്വയർ പറഞ്ഞിട്ട് കടയുടെ പേരുണ്ടല്ലേ. ഈ കടയിൽ ഞാൻ 2 വർഷം ടൈലറായിട്ട് വന്നതാണല്ലേ. നമ്മുടെ കടയുണ്ടത്. അതിന്റെ ഓർമ്മയാണ്. ആ കടയുടെ മുമ്പിൽ തന്നെ ഒന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയ മതി. അത് നന്നായേ ഉള്ളൂ. നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് ഫാൻസിയിലൊക്കെ കയറിയിട്ടോ. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയത് എന്നൊക്കെ കാണിച്ചു തരാം. കുറച്ചീശൻ്റെ മടിയൊക്കെ മാറി വരുന്നില്ലേ? ഇനി ഞാൻ മടിയൊക്കെ മാറി നല്ല കുട്ടിയായിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ പുറത്തൊക്കെ പോയിട്ട് എടുക്കും കേട്ടോ. അല്ലേട്ടാ? അപ്പോൾ വീട്ടിൽ പോവാ. വിചാരിച്ച് നല്ല വിലയാണ്. അതും കൊണ്ട്
വാങ്ങിയിട്ടേ ഇല്ല ഇതുവരെ. നല്ല രുചി എന്താണെന്ന് അറിയണില്ല. അറിയണം. അത് കഴുകിയിട്ട് വരട്ടെ. വലിയ വിലയൊന്നുമില്ല, ഒരു പാക്കറ്റിന് 80 രൂപ കേട്ടോ. അപ്പോൾ ഓറഞ്ച് കുട്ടികൾക്ക് ഓറഞ്ച് വാങ്ങാൻ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും ഇത് വാങ്ങാം. കിവിയൊക്കെ വാങ്ങിയിട്ട് കഴിക്കാറുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ട് ഡെങ്കിപ്പനി പിടിച്ചു. എത്ര തിന്നക്കണു അല്ലേ? എങ്ങനെയുണ്ട് ഇത്? മേമ എവിടെ? നിങ്ങൾ കഴിച്ചോ അല്ലേ? എന്താ ഊട്ടി കഴിക്കാൻ? കൊടുത്തോ? കുട്ടി ഓറഞ്ച് തിന്നുണ്ടോ? സ്ട്രോബെറി കഴിച്ചിട്ടില്ല. പൊന്നെ ഓറഞ്ച് തിന്നുണ്ടോ? ഇപ്പൊ തരാടാ. കുട്ടി ഓറഞ്ച് തിന്നുണ്ടോ? ഇല്ലേ, ഉണ്ടെന്നല്ലോ. ചോറുണ്ടോ? ഇത് എന്തിലുണ്ടാവണതാണോ അല്ലേ? ചെടിയിലുണ്ടാവണത് അല്ലാണ്ട് എന്തുണ്ടാവണത്? അങ്ങനെയല്ല പറഞ്ഞതേ. നോക്കി നോക്ക് കാണുമ്പോ. ഒന്ന് കേട്ട് ഇണ്ടോട്ടെ. ഇത് കേടുണ്ടോ ദേവി? എനിക്കറിയില്ല. എന്താ മുത്തേ കുഞ്ഞുണ്ണി പൊന്നൂസിന്നാ? ഇത് കേടാണ് കേട്ടോ. കേടില്ലാത്ത കേട്ട്. എന്താ കേട്? എന്താ ഇവിടെ ആവേ സ്ട്രോബെറി എന്താണ് പൊന്നൂസിനെന്താ പറ്റി? സ്ട്രോബെറി എന്തായാലും കടിച്ചോട്ടെ. എങ്ങനെയുണ്ട്? ഇത് 1 രൂപ പോലും കേട്ടോ. ഈ കണ്ട ചന്തം തന്നെ ഉള്ളൂ ഇത്. അതെ, ചാച്ചനോണ്ടി കൊടുക്കുന്നത്. ഇത് വലിയ മധുരമൊന്നുമില്ല. ചാച്ചനോണ്ടി കൊടുത്തിട്ടോ. ഉറങ്ങിട്ടോ? ഇതില്ലേ കിവി കഴിക്കുന്ന അതേ ടേസ്റ്റാ. ആ ചെറിയ ചെറിയ കുരുവായിട്ട് കഴിച്ചു നോക്കുക. മുട്ടിക്ക് ഇഷ്ടായോ? കിവി കഴിക്കുന്ന അതേപോലെ തന്നെ അല്ലേ? ഉറങ്ങിയ മേമയുടെ സൂര്യ കഴിച്ചപ്പോ കയ്പൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ കഴിക്കാത്ത സാധനങ്ങൾ കഴിക്കുമ്പോ എന്തോ പോലെ തോന്നുള്ളൂ. അത് നോക്കിട്ട് കാറ്റ് കഴിച്ചോ. ഇത് എന്ത് ടേസ്റ്റ് അത്? ഇതൊരു പുളിപ്പ്. ചിലത് പക്ഷെ മധുരമില്ല കേട്ടോ. നല്ല മണം. മേമയ്ക്ക് വേണട്ടോ, കുഞ്ഞിന് വേണട്ടോ. ഇത് അല്ലേട്ടാ ഏട്ടാ, അത് ഇതെങ്ങനെയാന്നറിയോ? ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കണോ പറഞ്ഞിട്ട് ഇതിന് വന്നപ്പോ എന്താ സതിയേട്ടൻ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിട്ടോ, വാങ്ങിക്കൊണ്ട ഡ്രാഗൺ എന്നിട്ട് വാങ്ങിക്കൊണ്ടിട്ട് ലാസ്റ്റ് ഈ വെള്ളി വാങ്ങി ഒരു ചോപ്പ് ബീട്രൂട്ടിന്റെ കളറും വാങ്ങിട്ടോ. ലാസ്റ്റ് എന്തായിന്നറിയോ? അത് ഷെയ്ക്ക് അടിച്ചിട്ടും പറ്റിയില്ല. ആർക്കും പറ്റിയില്ല സത്യം പറഞ്ഞു. വായ കേടുന്നു. ഇനി ഓറഞ്ച് തിന്നിട്ട് വായ ശരിയാ. ഇഷ്ടല്ല. രൂപ ഇല്ലല്ലോ, വെറുതെ പൈസ പോയില്ലേ. അമ്മൂന് പിന്നെ പ്രത്യേകിച്ച് എന്ത് സാധനം അതാ ഇഷ്ടം. കുഞ്ഞുണ്ണിക്ക് നാളെ സ്കൂളിലേക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ ഓറഞ്ച് എടുത്തേക്ക്. ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു കച്ചവടം മറന്തി. അല്ലേട്ടാ, അത് വിറ്റാമിനൊക്കെ നല്ല രസമുണ്ട് കാണാൻ അല്ലേ? നല്ല ഭംഗിയുണ്ട്. അയ്യോ പൊന്നൂസ് എന്താ പറ്റി? കുരു ഒഴുകുണ്ടോ? നമ്മള് കുപ്പിയോള വാങ്ങിയിട്ടുണ്ട്. കുപ്പിയോളയൊക്കെ നമ്മൾ ഇട്ടിട്ട് കാണിച്ചു തരാം അല്ലേ? പറയാ താമ്പുട്ടി അത് ഇങ്ങോട്ട് അത് കാണിച്ചു തരാം കേട്ടോ. ഏട്ടാ കുഞ്ഞേട്ടന് വേണം കേട്ടോ. കുഞ്ഞേട്ടന് ഒരു ചീർപ്പ് അനിയേട്ടന്. എന്താ ഭാഗ്യം, ഓറഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ എന്താ ഈരോലി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കണ്ടോ, അച്ഛൻ്റെ അമ്മൂൻ്റെ തലേക്ക് വേണം. എന്താ അച്ഛന് മാത്രം പറയണേ ഈരോലി. ടൈറ്റെക്സിൻ്റെ പൊട്ട് വാങ്ങി. നമുക്ക് ഫാൻസി ഇത്ര വേണ്ടല്ലോ കേട്ടോ. എൻ്റെ വള പൊട്ടിയില്ലേ, വള വാങ്ങിട്ടോ. സുകന്യക്ക് വേണമെങ്കിൽ ഒരു ജോഡി അവൾക്ക് കൊടുക്കാം. ബ്ലാക്ക് വാങ്ങിയിട്ടുണ്ട്. ഓ എന്താണ്ടോ, ഇത് കാണാൻ നല്ല രസമല്ലേ? ഓ രസമുണ്ട്. എന്റെ കുട്ടി വരുന്നുണ്ട്. കുട്ടിക്ക് ഓറഞ്ച് കൊടുക്ക്. കുട്ടിക്ക് ഓറഞ്ച് പറ്റില്ല കൊണ്ട് എന്താ പറ്റി? അവനെന്താ അതൊന്ന് കടിച്ചിട്ട് തുപ്പിക്കളയുകയും ചെയ്യുന്നേ. അപ്പോൾ അതാണ് ഇത്ര നേരം വൈകിയത്. പിന്നെ പച്ചക്കറി വണ്ടിയിൽ നിന്ന് എടുത്തിട്ടില്ല. പച്ചക്കറിയൊക്കെ എടുക്കാണ്ട്
അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. പറ നാളെ കാണാം. കുഞ്ഞുണ്ണി പറഞ്ഞില്ലല്ലോ. എൻ്റെ തുണി കൂടെ മൊത്തം അവൻ്റെ ഓറഞ്ചാക്കി.